Good afternoon, everybody. Welcome back to chemistry class. Last day we started our new chapter named Compounds of Nonmetals. We already discussed about ammonia gas, preparation of ammonia, properties of ammonia, and uses of ammonia. So today we have to discuss some more experiments related to ammonia gas. Let's start. First experiment is take some ammonium chloride in a boiling tube and heat it. ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടെസ്റ്റ് ട്യൂബ് പോലെ തന്നെയാണ്, പക്ഷെ അതിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, പൊട്ടിപ്പോവില്ല. നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ബോയിലിംഗ് ട്യൂബ് എന്ത് ചെയ്യില്ല, നല്ല ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അമോണിയം ക്ലോറൈഡ് അതിലെടുക്കുന്നു, NH4Cl അമോണിയം ക്ലോറൈഡ്, എന്നിട്ട് അത് ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് കാണാം. കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുകയാണ്. ബോയിലിംഗ് ട്യൂബ് ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വെച്ചിട്ട്, ചൂടല്ലേ, അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കൈ പൊള്ളാതിരിക്കൊരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ എടുത്തിട്ട് ബോയിലിംഗ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അമോണിയം ക്ലോറൈഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, സബ്ലിമേഷൻ നടക്കുന്നൊരു കോമ്പൗണ്ടാണ് അല്ലേ. ഡയറക്റ്റ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, അതായത് സോളിഡ് സ്റ്റേറ്റിൻ്റെയും ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ ഇടയിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് അമോണിയം ക്ലോറൈഡിന് ഇല്ല. സബ്ലിമേഷൻ നടക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പം അതിങ്ങനെ ഗ്യാസായിട്ട് പോകുന്നത് കാണാം. അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും, അമോണിയയും അതുപോലെ HCl ആയിട്ടാണ് മാറുക. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ടാണ് അമോണിയം ക്ലോറൈഡ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അമോണിയം ക്ലോറൈഡ് ഒരു സ്മോക്ക് രൂപപ്പെടുന്നുണ്ടില്ല. ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നല്ലൊരു വൈറ്റ് സ്മോക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെസ്റ്റ് ട്യൂബിൻ്റെ വാൾസിലൊക്കെ ഒരു വൈറ്റ് പൗഡർ പറ്റി പിടിക്കുന്നുണ്ട് അല്ലേ, കണ്ടില്ലേ, വൈറ്റ് പൗഡർ. ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിലൊക്കെ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവുന്നതായിട്ടും കാണാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. നമുക്കിതിന്ന് ഓരോ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട്. അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എല്ലാവരും കണ്ടു. വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ്, അമോണിയ ആൻഡ് HCl ഈസ് ഫോംഡ്. അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമാണ് ഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, NH4Cl gives NH3 + HCl. അപ്പോൾ ഈ HCl എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാവും, അത് ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ എന്ന് തോന്നാം. പക്ഷേ ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഒരിക്കലും ലിക്വിഡ് സ്റ്റേറ്റിലല്ല, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. കാരണം ഹൈഡ്രജനും ഗ്യാസാണ്, ക്ലോറിനും ഗ്യാസാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസാണ്, അതിനെ നമ്മൾ എന്താണ് ലിക്വിഫൈ ചെയ്തിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് നമ്മളെ ലാബിലുള്ള ബോട്ടിലുള്ളത്. അപ്പം NH4Cl ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ വെറ്റ് ചെയ്യിച്ചിട്ട് ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറിന് എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? വെൻ എ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് ഷോൺ on the mouth of the boiling tube, its color changes blue. ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ, വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ആ ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. അതെന്തുകൊണ്ടായിരിക്കാം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അമോണിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമോണിയയുടെ ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബേസിക് നേച്ചർ അല്ലേ, ബേസിക് നേച്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോയിലിംഗ് ട്യൂബിൽ നിന്നും പുറത്ത് വരുന്ന അമോണിയ ഗ്യാസ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും, ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ബ്ലൂ കളർ ആയി കഴിഞ്ഞ ലിറ്റ്മസ് പേപ്പർ, ഇഫ് യു കീപ് ദ ലിറ്റ്മസ് പേപ്പർ ഫോർ സം മോർ ടൈം അറ്റ് ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്, ഇറ്റ്സ് കളർ ചേഞ്ച് അഗെയിൻ ടു റെഡ് കളർ. അപ്പോൾ ആ ബ്ലൂ കളറായ ലിറ്റ്മസ് പേപ്പർ കുറച്ച് നേരം കൂടി നമ്മൾ ആ ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ്
റെഡായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായിട്ട് മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? അസിഡിക് നേച്ചറുള്ള ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ടാവണം അല്ലേ? അപ്പോൾ നമുക്കറിയാം അമോണിയം ക്ലോറൈഡ് ചൂടാക്കിയാൽ അമോണിയ മാത്രമല്ല ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ നേച്ചർ എന്താണ്? അസിഡിക് നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെന്തായത് നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായിട്ട് ചേഞ്ച് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, അപ്പോൾ എന്തുകൊണ്ടാണ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും ഒരേ സമയം ഫോം ചെയ്യുന്നില്ലേ? NH4Cl അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയ ഗ്യാസും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസും ഒരേ സമയം ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ആദ്യം റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവുകയും പിന്നീട് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുകയും ചെയ്തത്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ലൈറ്റർ അമോണിയ കംസ് ഔട്ട് ഫസ്റ്റ് ദെൻ ദ ഡെൻസർ HCl കംസ് ഔട്ട്. അതായത് അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്ററായിട്ട് അതായത് ഡെൻസിറ്റി കുറഞ്ഞ അമോണിയ ഗ്യാസാണ് ഫസ്റ്റ് നമ്മുടെ ബോയിലിംഗ് ട്യൂബിൽ നിന്ന് പുറത്ത് വരിക. അതിനുശേഷം മാത്രമേ ഡെൻസിറ്റി കൂടിയ ഹൈഡ്രജൻ ക്ലോറൈഡ് പുറത്തു വരുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ആദ്യം അമോണിയ പുറത്തു വരുന്നത് കൊണ്ടാണ് നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആയത്. പിന്നെ അല്പസമയം കൂടി നമ്മൾ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ ആ മൗത്തിൽ തന്നെ കീപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആര് വരും? HCl വരും. ബോയിലിംഗ് ട്യൂബിനുള്ളിൽ നിന്ന് HCl പുറത്ത് വരും. അപ്പോൾ ആ സമയത്ത് HClന് അസിഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വീണ്ടും റെഡായിട്ട് കാണും. അപ്പോൾ അതാണ് ആ ഒരു ലിറ്റ്മസ് പേപ്പറിൻ്റെ ചേഞ്ചിന് കാരണം. അപ്പോൾ ശ്രദ്ധിക്കുക, അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ അമോണിയയും അതുപോലെ ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്യുന്നു. അതിൽ അമോണിയയ്ക്ക് എയറിനേക്കാളും ഡെൻസിറ്റി കുറവാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ലൈറ്ററായിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ അമോണിയ ഗ്യാസാണ് ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത്. അതിന് ശേഷമാണ് ഡെൻസിറ്റി കൂടിയ HCl ഹൈഡ്രജൻ ക്ലോറൈഡ് പുറത്തു വരുന്നത്. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് പൗഡർ ഈസ് അപ്പിയർ അറ്റ് ദ വാൾസ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് അല്ലേ? ആ ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ വാൾസിലൊക്കെ വൈറ്റ് പൗഡർ വരുന്നതായിട്ട് നിങ്ങൾ കണ്ടു. എന്താണ് ആ വൈറ്റ് പൗഡർ? ദിസ് വൈറ്റ് പൗഡർ ഫോംഡ് ഈസ് അമോണിയം ക്ലോറൈഡ്. അവിടെ ഫോം ചെയ്യുന്ന വൈറ്റ് പൗഡർ എന്താണ്? അമോണിയം ക്ലോറൈഡാണ്. അപ്പോൾ അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് മാറുന്നു. ഈ ഗ്യാസസ് അതായത് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും വീണ്ടും റിയാക്ട് ചെയ്യുകയും അവരെന്തായിട്ട് തന്നെ മാറുന്നു? അമോണിയം ക്ലോറൈഡായിട്ട് അപ്പോൾ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ബോയിലിംഗ് ട്യൂബ് നമ്മൾ തണുക്കുന്നതിനനുസരിച്ച് ഈ ഫോം ചെയ്തിട്ടുള്ള അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുകയും ആ ഒരു വൈറ്റ് പൗഡർ എന്താണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ഒക്കെ വാൾസിലായിട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തേക്കും റിയാക്ഷൻ നടക്കുകയാണ്. അമോണിയം ക്ലോറൈഡ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡായി മാറുന്നു. അതേസമയം തന്നെ ഈ ഉണ്ടായിട്ടുള്ള അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡും ഫോം ചെയ്യുന്നു. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഈ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു എന്ന് ഒന്നുകൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യാം. എക്സ്പെരിമെൻ്റ് എന്താ? എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഷോൺ ഇൻസൈഡ് എ ജാർ വിച്ച് ഈസ് ഫിൽഡ് വിത്ത് അമോണിയ ഗ്യാസ്. ഒരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് എന്ത് ചെയ്യാണ്? നന്നായിട്ട് അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്ത ഒരു ജാറിൻ്റെ മൗത്തിൽ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് കാണാം. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടൺ ചുറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ് റോഡിൽ. എന്നിട്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മൗത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നത്? നല്ല ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ ഈ ഒരു ജാറിലുള്ള അമോണിയയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. അമോണിയം ക്ലോറൈഡാണ് ഈ വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് കണ്ടു. എക്സ്പെരിമെൻറ്റിൽ എന്താണ്? ഡെൻസ് വൈറ്റ് സ്മോക്ക് ഈസ് ഫോംഡ് അല്ലേ? ഒരു ഡെൻസ് വൈറ്റ് സ്മോക്ക് ഫോം ചെയ്യുന്നുണ്ട്. ദിസ് ഡെൻസ് വൈറ്റ് സ്മോക്ക് ഈസ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ഈ ഒരു ഫോം ചെയ്യുന്ന അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഡെൻസ് വൈറ്റ് ഫ്യൂംസ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? NH3 + HCl gives NH4Cl. അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈഡ്രജൻ ക്ലോറൈഡും കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും?
അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും. NH3+HCl gives NH4Cl. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷനിൽ അമോണിയം ക്ലോറൈഡ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡായി മാറുന്നു. അതേസമയം തന്നെ എന്തുണ്ട്, അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡുമായിട്ട് മാറുന്നു. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വഴി പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ പ്രൂവ് ചെയ്യുന്നതിന് ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ പറയുന്നുണ്ട്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കാണാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ടുണ്ട്. അതുപോലുള്ളൊരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലും കോട്ടൺ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് ഒരു വശത്തുള്ള കോട്ടണിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആക്കുന്നത്. പിന്നെ മറ്റേ എൻഡിലുള്ള കോട്ടണിൽ ഇവിടെ എന്ത് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൽ കൊടുത്തതിന് ശേഷം ഒരു കോർക്ക് വെച്ചിട്ട് അടയ്ക്കുകയാണ്. കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിട്ട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അടച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ എൻഡിൽ നമ്മൾ അമോണിയ സൊല്യൂഷൻ, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അമോണിയ സൊല്യൂഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കോട്ടണിൽ അമോണിയ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. എന്നിട്ട് ആ ഒരു എൻഡും നമ്മൾ കോക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. അതിനുശേഷം ഈ ഒരു ട്യൂബിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒന്ന് നോക്കുക. ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നോക്കുക. അപ്പോൾ ഈ എൻഡിൽ അമോണിയയും ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡും ആണ് ഉള്ളത്. അപ്പോൾ ഈ അമോണിയയുടെയും ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെയും ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് ഇവിടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ അവർ കമ്പൈൻ ചെയ്തിട്ടൊരു റിയാക്ഷൻ നടക്കും. അപ്പോൾ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും ഇവിടെ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്മോക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു റീജിയനിൽ നോക്കുക, സ്മോക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ അമോണിയം ക്ലോറൈഡിൻ്റെ ഫ്യൂംസ് ആണ് ഉണ്ടാകുന്നത്. വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഫോം ചെയ്യും, കണ്ടില്ലേ? അങ്ങനെ പിന്നെ ഈ ഫോം എന്ത് ചെയ്യും, ഈ ഫോം കൂളാവുന്നതിനനുസരിച്ച് ഈ ഒരു ട്യൂബിൻ്റെ വാൾസിലൊക്കെ ഇത് വൈറ്റ് പൗഡറായിട്ട് കണ്ടൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വൈറ്റ് ഫ്യൂംസ് കണ്ടില്ലേ, ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂംസ് എന്താവും, ഈ ഒരു വാൾസിലൊക്കെ വൈറ്റ് പൗഡറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു എക്സ്പെരിമെൻ്റാണിത്. ഇനി ഇത്തരത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വൈറ്റ് പൗഡർ ഒന്നുകൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് പൗഡർ ഡിസപ്പിയർ ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അമോണിയം ക്ലോറൈഡ് വീണ്ടും എന്താണ്, അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. White fumes are formed. It is due to the combination of HCl gas and ammonia gas. ഹൈഡ്രജൻ ക്ലോറൈഡും അമോണിയയും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫോം ചെയ്തിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ആരാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്. വൈറ്റ് പൗഡർ അപ്പിയർ അറ്റ് ദ വാൾസ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. വൈറ്റ് പൗഡർ ഫോംഡ് ഈസ് അമോണിയം ക്ലോറൈഡ്. ദെൻ വെൻ ദ വൈറ്റ് പൗഡർ, അതായത് അമോണിയം ക്ലോറൈഡ്, വൈറ്റ് പൗഡർ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡാന്ന് പറഞ്ഞല്ലോ, ഈസ് ഹീറ്റഡ്, ഇറ്റ് എഗെയിൻ ചേഞ്ചസ് ടു അമോണിയ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഫോം ചെയ്തിട്ടുള്ള അമോണിയം ക്ലോറൈഡ് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിസപ്പിയർ ആവുന്നത് കാണാം. അതായത് ആ അമോണിയം ക്ലോറൈഡ് എന്താണ്, വീണ്ടും അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും കമ്പൈൻ ചെയ്യുമ്പോൾ വീണ്ടും അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു, അല്ലേ? അതിന് നമുക്ക് എങ്ങനെ ഇക്വേഷനായിട്ട് എഴുതാം? NH4Cl gives NH3+HCl. Then this NH3+HCl gives NH4Cl, അല്ലേ? അപ്പം രണ്ട് ഡയറക്ഷനിലും റിയാക്ഷൻ നടക്കുകയാണ്.
റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് അതേ സമയം തന്നെ വീണ്ടും റിയാക്റ്റൻസ് ഫോം ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2 ഡയറക്ഷനിലും റിയാക്ഷൻസ് നടക്കുകയാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഈ രീതിയിൽ എഴുതാം. NH4Cl അമോണിയം ക്ലോറൈഡ്, ഈ ഒരു സൈനെയാണ് നമ്മൾ റിവേഴ്സിബിൾ എന്നാണ് വായിക്കുക. ഇതിനെ നമ്മൾ ഗീവ്സ് എന്ന് വായിക്കില്ല, ഇത് റിവേഴ്സിബിൾ ആണ്. NH4Cl റിവേഴ്സിബിൾ NH3+HCl. ഈ ഒരു റിവേഴ്സിബിൾ എന്ന സൈൻ ഇടുന്നതുകൊണ്ടുള്ള മീനിങ് NH4Cl എന്ത് ചെയ്യുന്നു, അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് മാറുന്നു. അതാണ് ഈ മുകളിലുള്ള ഈ ഒരു ഹാഫ് ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ ഫോം ചെയ്തിട്ടുള്ള അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ആ റിയാക്ഷനാണ് എങ്ങോട്ടുള്ള ഈ ഒരു സൈഡിലേക്കുള്ള ഈ ഒരു ഹാഫ് ആരോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ ഒരു റിവേഴ്സിബിൾ സൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, റിയാക്ഷൻ 2 സൈഡിലേക്കും നടക്കുന്നു. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു, പ്രൊഡക്ട്സ് വീണ്ടും കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻസ് ഫോം ചെയ്യുന്നു. രണ്ടും ഒരേ സമയം നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന സൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 ഡയറക്ഷനിലേക്കും ഒരേ സമയം റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. 2 ഡയറക്ഷനിലേക്കും റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ റിയാക്ഷൻ എന്താണ്, റിവേഴ്സിബിൾ ആണെന്ന് പറയാം. റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആവുന്നു, അതേപോലെ തന്നെ ആ ഉണ്ടായ പ്രൊഡക്ട്സ് പെട്ടെന്ന് തന്നെ കമ്പൈൻ ചെയ്ത് വീണ്ടും റിയാക്റ്റൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം. In a reversible reaction, the reaction in which the reactant changes to product is called forward reaction. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്ന പ്രോസസ്സാണ് ഫോർവേഡ് റിയാക്ഷൻ. റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നതാണ് എന്ത്, ഫോർവേഡ് റിയാക്ഷൻ. And that in which the product change back to reactants is called the backward reaction. ഫോം ചെയ്ത പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്, ചേഞ്ച് ബാക്ക് ടു റിയാക്റ്റൻസ്. ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് വീണ്ടും കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻസ് ആയി മാറുന്ന പ്രോസസ്സാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ, അതായത് ഈ ഒരു പ്രോസസ്സിൽ അമോണിയം ക്ലോറൈഡ് ചേഞ്ചസ് ടു അമോണിയ ആൻഡ് HCl, ഇതെന്താണ്, ഫോർവേഡ് റിയാക്ഷൻ. ദെൻ ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, NH3+HCl ഗിവ്സ് അമോണിയം ക്ലോറൈഡ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഫോർവേഡ് റിയാക്ഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പം ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റിയാക്റ്റൻസ് ചേഞ്ചസ് ടു പ്രൊഡക്റ്റ് ആണ് ഫോർവേഡ് റിയാക്ഷൻ, പ്രൊഡക്ട്സ് കമ്പൈൻസ് ടു ഫോം റിയാക്റ്റൻസ് ആണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ കണ്ടൻറ്റിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു, അതേസമയം തന്നെ ആ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ട്സ് വീണ്ടും കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻസും ഫോം ചെയ്യുന്നു. 2 പ്രോസസ്സ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത്തരം റിയാക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡിൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അമോണിയം ക്ലോറൈഡ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും ആയി മാറുന്നുണ്ടെങ്കിൽ ആ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് അതേസമയം കമ്പൈൻ ചെയ്ത് വീണ്ടും അമോണിയം ക്ലോറൈഡായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റിയാക്ഷൻസും റിവേഴ്സിബിൾ റിയാക്ഷനൊന്നും അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ റിവേഴ്സിബിൾ റിയാക്ഷനാണ് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത കാര്യങ്ങൾ 3 എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞത്. ആ 3 എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ എത്തുന്ന ഇൻഫറൻസ് റിവേഴ്സിബിൾ റിയാക്ഷനിലേക്കാണ്. അപ്പോൾ ആ ഒരു അമോണിയം ക്ലോറൈഡിൻ്റെ ഡീകമ്പോസിഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും ഒരു സിംഗിൾ റിയാക്ഷൻ, ഒരു ഫോർവേഡ് റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഗീവ്സ് എന്ന സൈന് യൂസ് ചെയ്യുക. അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുമ്പോഴും ഗീവ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴാണ് റിവേഴ്സിബിൾ എന്ന സൈൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ റിവേഴ്സിബിൾ എന്ന സൈൻ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ഹാഫ് ആരോ ആണ്, 2 ഡയറക്ഷനിലേക്കും ഹാഫ് ആരോ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആരോ ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഹാഫ് ആരോ ഇടുന്നത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.